ഹലോ ഡിയർ സ്റ്റുഡൻസ്, 2025 നീറ്റ് എക്സാമിനേഷനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ കെപ്ലേഴ്സ് ലോ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റേഡിയസ് ഓഫ് മാർഷ്യൻ ഓർബിറ്റസ് 4 times ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ ഓർബിറ്റൽ റേഡിയസ് ഞാൻ 6 എന്ന് വിളിച്ചാൽ മാർസിന്റെ ഓർബിറ്റൽ റേഡിയസിനെ 4r എന്ന് വിളിക്കാം. കാരണം അവർ പറയുന്നു 4 times ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് മെർക്കുറി എന്ന്. മാർഷ്യൻ ഇയർ 687 എർത്ത് ഡേയ്സ്. അതായത് മാർസ് ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം 687 ദിവസങ്ങളാണ്. ക്വസ്റ്റ്യൻ എന്താ? ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലെങ്ത് ഓഫ് 1 year ഓൺ മെർക്കുറി. മെർക്കുറി ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് 1 year എന്ന് പറയുന്നത്. ഓക്കെ, 1 yearന്റെ ടൈം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മെർക്കുറി എടുക്കുന്ന ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. കെപ്ലേഴ്സ് തേർഡ് ലോ പറയുന്നത് സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് റേഡിയസ് എന്നാണ്, ഓർബിറ്റൽ റേഡിയസ്. നമുക്കിതിനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. T1 by T to the whole square is equal to R1 by R to the whole cube. ഓക്കെ, T1 ഒന്നാമത്തെ ടൈം പീരീഡിനെ T എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 687. ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒന്നാമത്തെ റേഡിയസ് R ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ റേഡിയസ് 4R ദ ഹോൾ ക്യൂബ്. ഓക്കെ, ആറും കട്ട് ചെയ്തു. 1/4 ക്യൂബ് ഇസ് 1/4 into 1/4 into 1/4 1/64 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിതിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ T ഡിവൈഡഡ് ബൈ 687. രണ്ട് സൈഡിലും ഞാൻ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. T by 687 is equal to റൈറ്റ് സൈഡിൽ 1/8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ T is equal to 687 ഡിവൈഡഡ് ബൈ 8. 8 into 8 ആണ് 64. അപ്പോൾ അത് 80ക്ക് വളരെ അടുത്തുള്ളൊരു നമ്പർ ആയിരിക്കും. 80ക്ക് അടുത്ത് വരുന്ന നമ്പർ 88 ആണ്. സോ ദ ആൻസർ ഇസ് 88 എർത്ത് ഡേയ്സ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്.